ലോകം അത്ഭുതപ്പെട്ടുപോയ ആദ്യ സ്വതന്ത്ര ജൻസി പ്രക്ഷോഭമാണ് നേപ്പാൾ എന്ന മലമുകളിലെ കൊച്ചുരാജ്യത്ത് ഒരാഴ്ച കൊണ്ട് നടന്നത്. സോഷ്യൽ മീഡിയ നിരോധിക്കാനുള്ള സർക്കാർ ശ്രമം ആ സർക്കാരിനെ തന്നെ വീഴ്ത്തുന്നു. വാളെടുത്തവർ വാളാൽ എന്ന പോലെ. പാർലമെന്റ് കത്തുന്നു, കോടതി അഗ്നിക്കിരയാകുന്നു, പ്രചണ്ഡയുടെ വീടടക്കം കത്തുന്നു, മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ കൊല്ലപ്പെടുന്നു, പ്രധാനമന്ത്രിയും പ്രസിഡന്റും മന്ത്രിമാരും രാജിവെച്ചു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു. റീൽസ് കാണാൻ പറ്റാത്തതിനെ തുടർന്നുണ്ടായ അരാജകത്വ കലാപം എന്ന കേവല സമീകരണ ന്യായത്തിൽ ഒതുക്കാവുന്നതോ ലഘൂകരിക്കാവുന്നതോ അല്ല നേപ്പാളിലെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ എന്നതാണ് വസ്തുത. നേപ്പാൾ യുവതയുടെ ഒപ്രഷനും ഫ്രസ്ട്രേഷനും രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, പതിറ്റാണ്ടിൻ്റെ പഴക്കവും. ദക്ഷിണേഷ്യയിലെ ഏറ്റവും ഉയർന്ന സോഷ്യൽ മീഡിയ ഉപയോക്തൃ നിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് നേപ്പാൾ. ഡേറ്റ റിപ്പോർട്ടൽ കണക്ക് പ്രകാരം മൊത്തം ജനസംഖ്യയുടെ 48.1% സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുള്ളവർ. 2025 ഡേറ്റ അനുസരിച്ച് 14.3 ദശലക്ഷം പേർക്കാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുള്ളത്. ഇന്ത്യയിലെ സജീവ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ എണ്ണം 33.7% മാത്രമാണ് മൊത്തം ജനസംഖ്യയുടെ. 2024 25 നേപ്പാൾ സോഷ്യൽ മീഡിയ ഉപയോക്തൃ ഐഡൻറ്റിറ്റികളുടെ എണ്ണം 7,50,000 വർദ്ധിക്കുകയും ചെയ്തു.